ഇത്രയും നാളും ജനങ്ങൾ അറിയാതിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പം കുറച്ച് ജനങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു തരത്തിലുള്ള ഒരു അന്വേഷണം വന്നിട്ടുണ്ട്. ഇതിൽ 6 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി ഉള്ളത്. ഇത്രയും സ്ഥലങ്ങളിൽ ഇപ്പോഴും വീടില്ലാത്തവരുണ്ട്. ടാറിട്ടില്ലേലും വേണ്ടിയില്ല, ഒരു സഞ്ചാരയോഗ്യമായിട്ട് ഒരാൾക്കെങ്കിലും നടക്കാൻ പാകത്തിനുള്ള റോഡ് പോലും ഇല്ലാത്ത അപ്പോൾ പിന്നെ ടാറിൻ്റെ കാര്യം പറയാം. ടാറിട്ട റോഡുകളൊന്നും ഇവിടേക്ക് ഈ മെയിൻ റോഡുകളെ ഇങ്ങനെയുള്ളൂ. ഉള്ളിലോട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊന്നും ഇല്ല. ഞാൻ പറയുന്നതെല്ലാം സത്യങ്ങളാണ്. പിന്നെ എന്തിനാണ് ഒരു വിവാദമാക്കുന്നത് എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെയായി പോകുന്നുണ്ട്. നമസ്കാരം. ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി ആതിര ഡി നായർക്കൊപ്പമാണ് ഞാനുള്ളത്. ഈ തവണ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി കൂടിയാണ് ആതിര. ഈ പ്രചരണ പ്രവർത്തനങ്ങൾ അവസാന റൗണ്ടിൽ എത്തിയിരിക്കുന്നു. വോട്ടർമാരുടെ പ്രതികരണം എന്താണ്? എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. നമ്മളിപ്പോൾ എനിക്കൊന്നും ഇത് 13ാമത്തെ ദിവസമാണ്. ഇന്നൊക്കെ ആയപ്പോഴത്തേക്ക് 13 അല്ല 14ാമത്തെ ദിവസമായി. ഇന്നൊക്കെ ഇപ്പോൾ കുറേ കൂടെ സപ്പോർട്ട് അങ്ങോട്ട് കൂടി. എന്താ പറയുക, അത് കാണുമ്പോൾ ഒരു ഭയങ്കര ശുഭപ്രതീക്ഷയുണ്ട്. അതുപോലെ ഭയങ്കര സന്തോഷം, അഭിമാനമൊക്കെ തോന്നുന്നുണ്ട്. കന്നി അംഗമാണ്. ഈ ഏറ്റുമാനൂർ വലിയൊരു ചലനം സൃഷ്ടിച്ചിട്ടുണ്ടോ? ഏറെക്കുറെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്രയും നാളും ജനങ്ങൾ അറിയാതിരുന്ന കുറേ കാര്യങ്ങൾ ഇപ്പം ചോദ്യം ചെയ്യപ്പെട്ടു. അപ്പം കുറച്ച് ജനങ്ങൾക്ക് എന്താ പറയുക, ആ ഒരു തരത്തിലുള്ള ഒരു അന്വേഷണം വന്നിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു അവർക്കും ഒക്കെ ഒരു ഇതായിട്ടുണ്ട്. അതായത് ഒരു ചോദ്യം ഉയർന്നു വരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു ഉണ്ടെന്ന് തോന്നുന്നു. മന്ത്രി VN വാസവനെതിരെയൊക്കെയാണ് മത്സരിക്കാൻ വേണ്ടി രംഗത്തിറങ്ങിയത്. അപ്പം എന്തായിരുന്നു ആ മനസ്സിൽ അപ്പം തോന്നിയത്? ആ സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് പേടിയോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. ഓഫ് കോഴ്സ് ഒരു പ്രിവിലേജ് ആയിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത്. കാരണം എൻ്റെ ഓപ്പോസിറ്റ് ഒരു മന്ത്രിയാണ്. ഇത്രയും അങ്ങനെ ആ തരത്തിലുള്ള ഒരു മണ്ഡലമാണ് ഇത്. അവിടെ അപ്പോൾ എൻ്റെ നാടാണ്, ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വദേശമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലൂടെ പോയത്. അല്ലാതെ ഒരു പേടി അങ്ങനെയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എന്താണ് ഏറ്റുമാനൂരിനെ കുറിച്ച് ഒരു ചെറിയ കാഴ്ചപ്പാട് ലഘുവായിട്ട് പറയുന്നത്? പ്രശ്നങ്ങളാണോ ഉദ്ദേശിച്ചത് നേരിടുന്നത്? ഇപ്പം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ നമ്മുടെ നിയോജക മണ്ഡലം എന്ന് പറഞ്ഞാൽ കുമരകം തൊട്ട് ഏറ്റുമാനൂർ വരെ, അതായത് കട്ടച്ചിറയിലാണ് തീരുന്നത്. അവിടെ എത്തുമ്പോൾ കുമരകാണിത്. ഇത്രയും ഇതിൽ 6 പഞ്ചായത്ത്, ഒരു മുനിസിപ്പാലിറ്റി ഉള്ളത്. ഇത്രയും സ്ഥലങ്ങളിൽ ഇപ്പോഴും വീടില്ലാത്തവരുണ്ട്, പാലങ്ങളില്ലാത്ത, അതായത് കുറേ വീടുകൾക്കൊന്ന് സഞ്ചരിക്കാൻ പാലം പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. റോഡ് ഇപ്പോൾ ടാറിട്ടില്ലേലും വേണ്ടിയില്ല, ഒരു സഞ്ചാരയോഗ്യമായിട്ട് ഒരാൾക്കെങ്കിലും നടക്കാൻ പാകത്തിനുള്ള റോഡ് പോലും ഇല്ലാത്ത അപ്പോൾ പിന്നെ ടാറിൻ്റെ കാര്യം പറയാം. ടാറിട്ട റോഡുകളൊന്നും ഇവിടേക്ക് ഈ മെയിൻ റോഡുകളെ ഇങ്ങനെയുള്ളൂ. ഉള്ളിലോട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊന്നും ഇല്ല. പ്രശ്നം അതാണ്. ഒരു യങ് ജനറേഷൻ എന്ന നിലയിൽ ആതിര MLA ആവുകയാണെങ്കിൽ എന്തായിരിക്കും ഏറ്റുമാനൂർ ആദ്യം നൽകുക? തീർച്ചയായിട്ടും കുടിവെള്ളമായിരിക്കും. കാരണം ഈ നമ്മുടെ നാട് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം കുടിവെള്ളമാണ്. ഏറ്റവും അത്യാവശ്യമുള്ളത് അതാണ്. അതുകൊണ്ട് ആദ്യം അതായിരിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ റോഡുകൾ, പാലങ്ങൾ, തൊഴിലവസരങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ആയിരിക്കും. ആതിരയുടെ പ്രതികരണങ്ങൾ വലിയ വിവാദമാകുന്നുണ്ട്. അതൊക്കെ കാണുന്നുണ്ടോ സോഷ്യൽ മീഡിയയിൽ? ചിലതൊക്കെ കാണാറുണ്ട്. എല്ലാം നമുക്ക് കാണാൻ സമയം കിട്ടത്തില്ല. ചിലത് ഇങ്ങനെ നമ്മുടെ ബന്ധുക്കാരെല്ലാം അങ്ങനെ കഴിച്ചു വരുമ്പോൾ കാണാറുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഇതൊരു വിവാദത്തിലേക്ക് കൊണ്ടുവന്നത്? ഞാൻ പറയുന്നതെല്ലാം സത്യങ്ങളാണ്. പിന്നെ എന്തിനാണ് ഒരു വിവാദമാക്കുന്നത് എനിക്ക് അറിയില്ല, പക്ഷെ അങ്ങനെയായി പോകുന്നുണ്ട്. ഏതായാലും അവസാനം വോട്ടർമാർക്ക് വേണ്ടി ഒരു 2 വരി പാട്ട് പാടാമോ? നൃത്ത അധ്യാപികയാണ്, സംഗീത അധ്യാപികയാണല്ലോ. കമ്പ്യൂട്ടർ സയൻസ് ആണ് എൻ്റെ സബ്ജക്ട്. ഞാൻ മ്യൂസിക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടത് അറിയാത്തതോ, എന്താണു നിന്നോടിരക്കേണ്ടു ഞാൻ, എനിക്കെന്താണു വേണ്ടത് അറിയാത്തതോ, എന്താകിലും നിൻ ഹിതം പോലെ അല്ലാതെ എന്താണു സാധ്യമീ പാരിലവോ. ഓക്കെ, അങ്ങനെ മിടുക്കിയാണ്, കലാകാരിയാണ്. ഈ മണ്ഡലത്തില് അവസാന റൗണ്ടിൽ ഓടി എത്തേണ്ട തിരക്കിലാണ്. ഏതായാലും എല്ലാവിധ ആശംസകളും. അങ്ങനെ പാട്ടുപാടി വോട്ടർമാരെ കയ്യിലെടുക്കുകയാണ് ആതിര. അതിനുള്ള ഓട്ടത്തിലാണ്, നെട്ടോട്ടത്തിൽ തന്നെയാണ് ആതിര. ഒപ്പം ഏറ്റുമാനൂരിന്റെ വികസന വിഷയങ്ങൾ ചർച്ച ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറാമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.